സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. മുഹറം പ്രമാണിച്ച് NSE BSE എല്ലാം തന്നെ ട്രേഡിംഗ് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ എല്ലാവരും എന്താ പറയുക, വിശ്രമിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ദിവസം ആനന്ദകരമാക്കുക, പുറത്തു പോവുക, കറങ്ങി നടക്കുക. ട്രേഡിംഗ് എന്ന ഈ ഒരു മായാ ലോകത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങി റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ നേടാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. നിഫ്റ്റിയും സെൻസെക്സും ഏറ്റവും പീക്കിൽ പോയിട്ട് ഡോജി ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ആൾക്കാരെയും, ഓരോ ട്രേഡേഴ്സിനെയും കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. കാരണം ഡോജി വരിക എന്നുള്ളത് ഒരു റിവേഴ്സൽ സിഗ്നലായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. സോ അത് പ്രകാരമാണെങ്കിൽ മാർക്കറ്റിൽ കൺഫ്യൂഷൻ തന്നെയാണ്. ഇനി L&T ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 29% വർദ്ധിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്സ് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ബജറ്റിൽ റെയിൽവേക്ക് പ്രത്യേക പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന ഒരു വാർത്തയെ തുടർന്നാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൊരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ 34 പോയിന്റ് ഗ്രീനിലാണ്, നിക്കി 84 പോയിന്റ് ഗ്രീനിലാണ്, ഹാങ്സങ് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 29 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 73 പോയിന്റിന് മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ കിട്ടിയത്. ഇന്ന് ഓപ്പണായ 24,616 നിന്നും 2 പോയിന്റ് നഷ്ടത്തിൽ 24,613 മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 23 ലാഭത്തിലും 27 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യ, BPCL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അതേസമയം ഡോക്ടർ റെഡ്ഡി, കൊഡാക് ബാങ്ക്, റിലയൻസ്, NTPC തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ വലിയ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 284 പോയിന്റിൻ്റെ അഥവാ 1.17% ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ജൂലൈ മാസത്തിൽ 620 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്, 2.58%. ഇന്ത്യ വിക്സ് ഇന്ന് 0.21% വർദ്ധിച്ച് 14.22 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 69 പോയിന്റ് നഷ്ടത്തിൽ 52,397 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 47 പോയിന്റ് നഷ്ടത്തിൽ 23,648 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 14 പോയിന്റ് നഷ്ടത്തിൽ 80,717 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 43 പോയിന്റ് നഷ്ടത്തിൽ 12,546 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞ് $80.75 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ട് $2,448 വന്നിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83.58 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് 1,271 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 529 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ 741 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 14,674 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,144 കോടിയും ടോട്ടൽ 18,819 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മാസത്തിൽ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 1.66% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി റിയാലിറ്റി, FMCG, IT, ഓട്ടോ ഇതൊക്കെ മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസ്, നിഫ്റ്റി ബീസ്, IT ബീസ് ഈ 3 ഇന്ന് ഗ്രീനിലാണ്. ഓട്ടോ ബീസ്, ഫാർമ ബീസ്, ബാങ്ക് ബീസ് ഇതെല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഇന്ന് 3.01% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ HDFC AMC 2.56% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ, ഹിന്ദ് പെട്രോ, BPCL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ടാറ്റ കൺസ്യൂമർ, എംഫസിസ്, ഭാരതി എയർടെൽ, ബന്ധൻ ബാങ്ക്, ഭാരത് ഫോർജ്, ജുബിലന്റ് ഫുഡ്സ്, HDFC ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ HDFC AMC, REC ലിമിറ്റഡ്, ശ്രീറാം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി, കൊഡാക് ബാങ്ക്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, റിലയൻസ്, NTPC, PFC, ഹിന്ദാൽകോ, അൾട്രാടെക് സിമെന്റ്, UPL തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു.
1173 സ്റ്റോക്കുകൾ NSEയിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1165 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.24 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ഇത് ബുള്ളിഷ് ആണ്. 24,613 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 28 പോയിന്റ് മുകളിലായിട്ട് 24,641 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 25,000 1,55,00,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നു. 24,500 1,06,00,000 പുട്ടും റേറ്റിംഗ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.68 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 52,397 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 151 പോയിന്റ് മുകളിലായിട്ട് 52,548 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 52,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 10 ലക്ഷമാണത്. 52,000 6,00,000 പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നാളെ ഹോളിഡേ ആയതുകൊണ്ടൊന്നും തന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇതുവരെയും ഗ്ലോബൽ ഈവൻസും ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പം മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. വളരെ നാരോ ആയിട്ടുള്ള ചെറിയൊരു റേഞ്ചിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പ്രീവിയസ് ഡേ ഹൈയും ലോയും ഇത് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. വലിയൊരു കാര്യമായ ഒന്നും തന്നെ കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാകും. ഒരു ദിവസം മാത്രമാണ് ഒന്ന് താഴോട്ട് ഇറങ്ങി കയറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ നിഫ്റ്റിയിൽ 2 ദിവസമായിട്ട് ഡോജിയാണ് മുകളിലായിട്ട് സ്റ്റാർ നക്ഷത്രം ഉദിച്ച് നിൽക്കുന്നത് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊരു അസ്തമിക്കുന്ന നക്ഷത്രമാണോ ഉദിച്ചുയരുന്ന നക്ഷത്രമാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം നമുക്ക്. അതേപോലെ മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പ് പ്രൈസ് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിലും അത് ഇൻട്രാഡേയിൽ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെ ഒരു കൺസോളിഡേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് എക്സ് ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതേപോലെ നിഫ്റ്റിയിൽ വെരി നാരോ റേഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. നല്ലൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ഫോൾ ഇതിലുണ്ടാകും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഈ വൈകുന്നേരത്തേക്ക് ഇത്രയൊക്കെ വാർത്തകളും വിശേഷങ്ങളുമാണ് ഞാൻ കളക്ട് ചെയ്തത്. നാളെ ഹോളിഡേ ആണ്. അപ്പം എന്തായാലും ഇനി നാളെ ബുധനാഴ്ച മറ്റന്നാൾ വ്യാഴാഴ്ച നമുക്ക് വീണ്ടും പുതിയ റിപ്പോർട്ടുമായിട്ട് കാണാം. അതുവരേക്കും എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു വെരി മച്ച്.